കേരളത്തിൽ ഇടതുഭരണം അവസാനിക്കുമെന്ന് മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ. യു.ഡി.എഫ് അധികാരം തിരിച്ചുപിടിക്കുമെന്ന് പറയുന്ന ഫലം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പ്രതീക്ഷ നൽകുന്നതാണ്. യു.ഡി.എഫ് 82-94 സീറ്റുകൾ നേടും. എൽ.ഡി.എഫ് 44-56 സീറ്റുകളിൽ ഒതുങ്ങും. എൻ.ഡി.എക്ക് 1-3 സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് സർവേ പറയുന്നു. കണ്ണൂർ ജില്ലയിൽ എൽ.ഡി.എഫിനാണ് മേൽക്കൈ. 6 മുതൽ 8 വരെ സീറ്റ് എൽ.ഡി.എഫിന് കിട്ടും. 3 മുതൽ 5 വരെ സീറ്റുകളിൽ യു.ഡി.എഫിന് സാധ്യതയുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ്. എങ്കിലും യു.ഡി.എഫ് ജയിക്കും. കാസർഗോഡ് ജില്ലയിൽ യു.ഡി.എഫ് 2-4 സീറ്റുകളിലും എൽ.ഡി.എഫ് 1-3 സീറ്റുകളിലുമാകും സീറ്റ് നില. വയനാട്ടിൽ യു.ഡി.എഫിന് 2-3 സീറ്റുകൾ കിട്ടും. എൽ.ഡി.എഫിന് 0-1 സീറ്റ്. മലപ്പുറത്തും കോഴിക്കോടും യു.ഡി.എഫിനാകും ആധിപത്യം. മലബാറിലെ 5 ജില്ലകളിൽ യു.ഡി.എഫിന് 33-37 സീറ്റുകൾ ലഭിച്ചേക്കും. എൽ.ഡി.എഫിന് 11-15 സീറ്റുകൾ വരെ കിട്ടാനാണ് സാധ്യത. ബേപ്പൂരിൽ എൽ.ഡി.എഫിന് മുൻതൂക്കമെന്നും ഫലം. പാലക്കാട് ജില്ലയിൽ എൽ.ഡി.എഫിനാണ് മേൽക്കൈ. എൽ.ഡി.എഫിന് 10 സീറ്റും യു.ഡി.എഫിന് 2 സീറ്റും ലഭിക്കുമെന്നാണ് ഫലം. തൃത്താലയിൽ ജയസാധ്യത വി.ടി. ബൽറാമിനാണ്. യു.ഡി.എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചേക്കും. മേജർ രവി ബി.ജെ.പിക്കു വേണ്ടി മത്സരിച്ച ഒറ്റപ്പാലം മണ്ഡലത്തിൽ സിറ്റിംഗ് എം.എൽ.എ. കെ. പ്രേംകുമാറിലൂടെ എൽ.ഡി.എഫ് നിലനിർത്തും. ഇവിടെ നേരിയ മുൻതൂക്കമാണ് എൽ.ഡി.എഫിന് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജയിക്കും. ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടും. തൃശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ജയിക്കില്ല. യു.ഡി.എഫിനാണ് സാധ്യത. നാട്ടിക മണ്ഡലത്തിൽ എൽ.ഡി.എഫിന്റെ ഗീതാ ഗോപി ജയിക്കും. പി. രാജീവും ബി.ഇ. അബ്ദുൽ ഖഫൂറും ഏറ്റുമുട്ടിയ കളമശ്ശേരിയിൽ ബലാബലമാണ്. തൃപ്പൂണിത്തുറയിൽ യു.ഡി.എഫിനാണ് മേൽക്കൈ. കുന്നത്തുനാട് മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ വി.പി. സജീന്ദ്രൻ ജയിക്കും. എറണാകുളം ജില്ലയിൽ എൽ.ഡി.എഫിന് 0-2 സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിൽ തോൽക്കാനാണ് സാധ്യത. യു.ഡി.എഫ് സ്ഥാനാർത്ഥി റോയ് കെ. പൗലോസ് ജയിക്കുമെന്നാണ് ഫലം. പാലായിൽ നേരിയ മുൻതൂക്കം യു.ഡി.എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ്. ഷോൺ ജോർജ് തൊട്ടുപിന്നിലുണ്ട്. ഷോൺ ജോർജ് തോൽക്കും. പൂഞ്ഞാർ മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ എം.ജെ. സെബാസ്റ്റ്യൻ ജയിക്കും. ഇത് ശരിയാണെങ്കിൽ ഷോൺ ജോർജും പി.സി. ജോർജും തോൽക്കും. അമ്പലപ്പുഴയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എച്ച്. സലാം ജയിക്കും. ആലപ്പുഴ ജില്ലയിൽ യു.ഡി.എഫിന് 5-7 സീറ്റുകൾ കിട്ടിയേക്കും. എൽ.ഡി.എഫിന് 2-4 സീറ്റ് വരെ കിട്ടിയേക്കും. ആറന്മുളയിൽ വീണ ജോർജും അബിൻ വർക്കിയും ബലാബലത്തിലാണ്. ശക്തമായ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് എന്നും മനോരമ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. അതേസമയം എക്സിറ്റ് പോൾ അവസാന വാക്കല്ല എന്ന് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖവിലക്കെടുക്കേണ്ടത് ജനങ്ങളെയാണെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം.